ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 1/x ഇൻറ്റു x റേസ് ടു n പ്ലസ് 1 dx. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ടൈപ്പ് 1 ആവോ? ഫസ്റ്റ് ഫാക്ടർ എക്സ്, സെക്കൻഡ് ഫാക്ടർ എക്സ് റേസ് ടു n പ്ലസ് 1. എക്സിൻ്റെ ടേമിലുള്ള രണ്ട് ഫാക്ടർ വന്നാലേ ശരിയാവുള്ളൂ. ഈ പ്രോബ്ലം ഞാൻ ചെയ്യണമെന്ന് നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കണം. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ എക്സ് റേസ് ടു n മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ എക്സ് ഉണ്ടായിരുന്നു അല്ലേ? എക്സ് ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ചെയ്യുമ്പോഴേ എക്സ് റേസ് ടു n ആവില്ലേ? അല്ലേ, പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമല്ലോ. 1 പ്ലസ് n മൈനസ് 1. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ചെയ്താൽ എക്സ് റേസ് ടു n കിട്ടും. അപ്പോൾ എക്സ് റേസ് ടു n ഇൻറ്റു എക്സ് റേസ് ടു n പ്ലസ് 1 ആവുമ്പോൾ എക്സ് റേസ് ടു n 2 തവണ റിപ്പീറ്റ് ആയിട്ട് വരും അല്ലേ? ഇവിടെയും എക്സ് റേസ് ടു n, ഇവിടെയും എക്സ് റേസ് ടു n റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആൾക്ക് ടി കൊടുത്താൽ സിംപ്ലിഫൈ ആവും. ഇത് മറന്നു പോകരുത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്ത് വരും? 1 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 എക്സ് റേസ് ടു n മൈനസ് 1 dx. താഴെ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 എക്സ് റേസ് ടു n വരും. പിന്നെ എക്സ് റേസ് ടു n പ്ലസ് 1 വരും. അപ്പോൾ എക്സ് റേസ് ടു n 2 തവണ വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെയുണ്ട് എക്സ് റേസ് ടു n, ഇവിടെയുണ്ട് എക്സ് റേസ് ടു n. എക്സ് റേസ് ടു n ടി കൊടുത്താൽ കിട്ടും ആൻസർ. കാരണം എക്സ് റേസ് ടു n ടി ആവുമ്പോഴേ ടി ഇൻറ്റു ടി പ്ലസ് 1 ആവും. ടി ഇൻറ്റു ടി പ്ലസ് 1 ആവുമ്പോൾ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ചെയ്യാം. അപ്പോൾ നമുക്ക് ശരിയാവുണ്ടോ എന്ന് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് സക്സസ് ആവോ ഇല്ലയെന്ന് ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ് റേസ് ടു n ടി കൊടുക്കലാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് റേസ് ടു n ഡെറിവേറ്റീവ് ഓർമ്മയുണ്ടല്ലോ, n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 dx ഈക്വൽ ടു dt എന്ന് കിട്ടും. അതറിയാമല്ലോ, എഫ് ഓഫ് എക്സ് ടി ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഡി ടി എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ n നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുത്താലോ? n റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എക്സ് റേസ് ടു n മൈനസ് 1 dx ഈക്വൽ ടു n അങ്ങോട്ട് പോകുമ്പോൾ 1/n dt എന്നായി മാറും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ സക്സസ് ആയിരിക്കും. കാരണം എക്സ് റേസ് ടു n മൈനസ് 1 dx അവിടെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? ഇൻ്റഗ്രേഷനിൽ ആ ന്യൂമറേറ്റർ എന്താ? എക്സ് റേസ് ടു n മൈനസ് 1 dx. എക്സ് റേസ് ടു n മൈനസ് 1 dx 1/n dt ആണ്. ന്യൂമറേറ്റർ ഈസ് 1/n dt. 1/n മാറ്റി നിർത്താം, dt ഡിവൈഡഡ് ബൈ താഴെ എക്സ് റേസ് ടു n ആണ്, അത് ടി ആണ്. ടി ഇൻറ്റു ടി പ്ലസ് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് 1/t ഇൻറ്റു ടി പ്ലസ് 1 എന്ന് വായിക്കാം അല്ലേ? 1/t ഇൻറ്റു ടി പ്ലസ് 1 പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാം. 1/t ഇൻറ്റു ടി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ a/t പ്ലസ് b/t പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. a/ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് b/ സെക്കൻഡ് ഫാക്ടർ എന്ന് എഴുതാൻ പറ്റും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a ഇൻറ്റു ടി പ്ലസ് 1 അല്ലേ? a ഇൻറ്റു ടി പ്ലസ് 1 പ്ലസ് ബി ടി എന്ന് കിട്ടും. a ഇൻറ്റു ടി പ്ലസ് 1 പ്ലസ് ബി ടി. ഇതാണ് ന്യൂമറേറ്റർ. ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്റർ 1ഉം. ഇനി അറിയാമല്ലോ, ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. ടി പ്ലസ് 1 എന്ന് പറഞ്ഞൊരു ടേം വന്നിട്ടുണ്ട്. ഇതിനെ 0 ആക്കാൻ വേണ്ടി ടിക്ക് മൈനസ് 1 ഇട്ട് കൊടുത്താൽ മതി. ടി പ്ലസ് 1 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, 0 ആക്കാൻ വേണ്ടി ടിക്ക് മൈനസ് 1 കൊടുക്കുക. a ഇൻറ്റു മൈനസ് 1 പ്ലസ് 1. അപ്പോൾ അത് പോവും. ഇവിടെ b ഇൻറ്റു മൈനസ് 1 വരും. റൈറ്റ് സൈഡ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അത് അതുപോലെ തന്നെ എഴുതും. അറേഞ്ച് ചെയ്യുമ്പോൾ b ഈക്വൽ ടു 1/-1 ഓർ b ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇനി ഇവിടെ ബി ടി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്.
സീറോ ആക്കാനായിട്ട് ടിക്ക് 0 കൊടുക്കുക. ടിക്ക് 0 കൊടുത്താൽ ബി ഇൻറ്റു 0 എന്നാകുമ്പോൾ ഇത് പോവും. ഇവിടെ എ ഇൻറ്റു 0 + 1. എ ഇൻറ്റു 0 + 1 എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 1. ഇത് പോയല്ലോ. റൈറ്റ് സൈഡ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതങ്ങനെ തന്നെ എഴുതാം. എ = 1 കിട്ടി. സോ നമ്മൾ ഇൻ്റഗ്രേഷൻ നമ്മൾ എവിടെ വരെ എഴുതി നിർത്തിയത്? 1/n ഇൻറ്റു അല്ലേ, ഇതാണ് ഇവിടെയാണ് എഴുതി നിർത്തിയത്. 1/n ഉണ്ട് പുറത്ത്, അതിടാം. പിന്നെ 1/t ഇൻറ്റു t + 1 പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയപ്പോൾ a/t + b/t + 1 ആയല്ലോ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, 1/t വരും. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്, -1/t + 1 വരും. dt ഇത് 1/n ഇൻറ്റു 1/tയുടെ ഇൻ്റഗ്രൽ log t ആണ്. പിന്നെ ഇവിടെ ഒരു -1 ഉണ്ടല്ലേ, ആ മൈനസ് എഴുതി. 1/t + 1 ആണ്. ഇനി 1/t + 1 ഇൻ്റഗ്രൽ log t + 1 പ്ലസ് സി വരും. log a - log b ആണ്, log a/b ആണ്. log a - log b log a/b t/t + 1 പ്ലസ് സി. അതായത് 1/n ഇൻറ്റു log ടി എന്തായിരുന്നു? ടി എന്ന് പറഞ്ഞാൽ x⁻n ആണ്. അപ്പോൾ ടിക്ക് പകരം x⁻n എഴുതി, താഴെയും ടിക്ക് പകരം x⁻n എഴുതി. പ്ലസ് സി ആണ് ആൻസർ.